രാഗി കഴിക്കാനായാ? എനിക്ക് പോവാൻ സമയമായി. യെസ്. ഒന്നും ഉണ്ടാക്കിയില്ലേ? സാൻഡ്വിച്ച്. സാൻഡ്വിച്ചാ? എടി മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന ഒന്നും ഉണ്ടാക്കാത്ത നീ. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ ഇതുവരെ ദുബായിൽ നിന്ന് ഇവിടെ എത്തിയില്ലേ? നിങ്ങക്ക് സാൻഡ്വിച്ച് വേണ്ടേ? എൻ്റെ പൊന്നു രാഗി, ഞാനൊരു സാധാരണ ഒരു നാട്ടുമ്പുറത്തുകാരനാണ്. എനിക്ക് കഴിക്കാൻ ഇഷ്ടം ഇതുപോലത്തെ ചവറ് സാധനങ്ങളൊന്നുമല്ല. ഇങ്ങോട്ട് നോക്കി വല്ല ദോശയും ചമ്മന്തിയും പുട്ട് കടലക്കറി, അതുപോലെ നമ്മളെ പഴങ്കഞ്ഞി. ഈ പഴങ്കഞ്ഞി ഇത്തിരി പഴങ്കഞ്ഞിയെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പഴങ്കഞ്ഞിൽ ഒരു തൈരും ഒരു പച്ചവളവും ഒത്തിരി മാങ്ങ അച്ചാറും കൂടെ കലക്കി കുടിക്കുന്ന ഒരു സുഖം ഈ ചവർ സാധനം കഴിച്ചാൽ കിട്ടുമോ? ചവറോ? ഇതൊക്കെ കഴിച്ചിട്ടാണ് നിങ്ങളുടെ മുടി പോയത്, ഈ വയറിങ്ങനെ ഇരിക്കണത്. ഈ പഴങ്കഞ്ഞിയൊക്കെ കഴിച്ചിട്ടാണ് മുടി പോയത് നിന്റെ അടുത്ത് ആരാടി പറഞ്ഞത്? എന്നെ കണ്ടോ സ്ലിം ആയിട്ടിരിക്കണത്? അത് ഇതൊക്കെ കഴിച്ചിട്ടാ. അത് നീ കഴിച്ചോ? നീ മോഡനല്ലേ, നീ കഴിച്ചോ? നീ അത് എനിക്ക് കൂടെ അടിച്ചേപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലല്ലോ ഇതൊന്നും. അത് നിനക്കറിയാലോ. ഇന്ന് ഞാൻ ഒരു കാര്യം ചെയ്യാം, കുറച്ച് ജാമ് വരട്ടി തരട്ടെ ബ്രെഡിൽ. വേണ്ടേ? ഒരു വിധത്തിൽ നീ ജീവിക്കാൻ സമ്മതിക്കില്ലടി. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയുള്ളൂ. ഇത് വേണേ കഴിച്ചോ. ജാമ് വേണോ? അല്ല സോസ് വേറെ ഒന്നുമില്ലല്ലോ ഇവിടെ? വേറെ ഒന്നുമില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ വെളിയിൽ പോയി കഴിക്കാം. നമ്മളെ കർണാടകയുടെ കടയിൽ നിന്ന് 2 ദോശയും ഇത്തിരി ചമ്മന്തി ഒരു പപ്പടവും കഴിക്കുന്ന സുഖം ഉണ്ടല്ലോ, അത് വേറെയാണ്. ചെല്ല് പോയി കഴിക്കി. ആ ചട്നി കഴിച്ചിട്ട് ആ ബ്ലഡ് മുഴുവൻ വെള്ളാക്ക്. എൻ്റെ ബ്ലഡല്ലേ ആവുന്നത്, ഞാൻ സഹിച്ചോളാം കേട്ടാ. ഉച്ചക്ക് വരുമോ അമ്മേട്ടാ? അല്ലേ പോവാ. ചക്കയൊക്കെ കഴിച്ച കാലം മറന്നു. അത്ര കുതിയാങ്കി ഇത്തിപ്പനം പോയി ചോദിക്കണ വീട്ടിൽ നിങ്ങളിപ്പോൾ അയൽക്കാരൊക്കെ എത്തി എന്നിട്ട് വേണം ഒരു ചക്കയുടെ പേരുമാൻ അടിയുണ്ടാക്കാൻ. പിന്നെ അവന്റെ വേണ്ട പാമ്പ്ര. അയ്യോ അമ്പിളിക്കുട്ടൻ ചേട്ടാ പോവാണോ? ഓ അതെ ഞാനൊന്ന് കാണാൻ വേണ്ടിയിരിക്കായിരുന്നു. എന്തോ വെള്ളം തീരുകയാണെങ്കിൽ പറയണം. നമ്മുടെ 2 കൂട്ടരുടെയും മോട്ടറിന്റെ സ്വിച്ച് ഒന്നാ. ഇതിവിടെ അല്ലേ? നീ അത് അവളുടെ അടുത്ത് പറഞ്ഞാൽ മതി. രാഗിനെ ഒരിക്കലും പുറത്ത് കാണാറില്ല. ഭയങ്കര പാചകത്തിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ചേർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരി. ഇതെവിടെ ചക്ക? നമ്മുടെ പറമ്പിന്ന്. ആണാ? എന്ത് ചെയ്യാൻ ചക്ക? പുഴുക്ക് വയ്ക്കണ അതാ അവിയൽ വെക്കണ? പുഴുക്ക് വെക്കണത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ആണാ? പുഴുക്കിനെ മീൻ കൂടെ വേണം, മീൻ കറി കൂടെ വേണം. മീനുണ്ട്. എന്ത് മീന്? ചൂര മേടിച്ചിട്ടുണ്ട്. ചൂര. ആണാ? തേങ്ങ അരച്ച മീൻ? തേങ്ങ അരച്ച് വെക്കണല്ലോ. നന്നായിരിക്കും. അന്നേ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കരവിന്റെ കൂടെ ഇവിടെ വന്നപ്പോ ഇതുപോലെ തന്നെ അമ്മ ചക്ക പുഴുക്കും ചൂര തേങ്ങ അരച്ച മീനും പിന്നെ നല്ല കൈപ്പുണ്യമുള്ളതല്ലേ. അവിടെ ദുബായിൽ കിട്ടുമോ ചക്ക? കിട്ടുകയൊക്കെ ചെയ്യും, പക്ഷെ ഭയങ്കര പൈസ ആണല്ലേ. നിങ്ങൾക്ക് കാശുള്ളതുകൊണ്ട് അതിന് ചക്ക മേടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. നാട്ടിൽ നിന്ന് കിട്ടുന്നത് അതൊരു പ്രത്യേകത. അത് ശരിയാ. ഇത് വിളഞ്ഞതാണ്? പിന്നെ കണ്ടിട്ട് വിളഞ്ഞതാലും തോന്നുന്നില്ലല്ലോ. ഇല്ല, അതെ നോക്കിക്കേ. നീ ഇവിടെ ഉണ്ടായിരുന്ന? നീ എന്ത് വിചാരിച്ചു ഞാൻ ഇല്ലാന്നാ? ഞായറാഴ്ച എവിടെയെങ്കിലും പോയിക്കാണെന്ന് വിചാരിച്ചു. വീട് മാത്രമേ നിനക്ക് വാടകയ്ക്ക് തന്നിട്ടുള്ളൂ. വേവിച്ചും പറക്കൊക്കെ ഇവിടെ നിന്ന് തരാമെന്നൊന്നും കരാർ ചെയ്തിട്ടില്ലല്ലോ. നിന്റെ കൂടെ ഞാൻ പറഞ്ഞില്ലല്ലോ, ഒന്നും ചോദിച്ചില്ലല്ലോ. നിന്റെ അടുത്ത് തന്നെ വേവിച്ച് തരാൻ പറഞ്ഞില്ലല്ലോ. അതൊന്നും വേണ്ട, അങ്ങനെ വല്ല ചിന്താഗതി മനസ്സിലുണ്ടാക്കി കേട്ടാ. പച്ച ചക്ക കാണുമ്പോ എനിക്കൊരു കൊതി, അതുകൊണ്ട് ഒരു കഷ്ടം ചോദിച്ചു, അത്രേ ഉള്ളൂ. ആദ്യം ചക്ക ചോദിക്കും, പിന്നെ മാങ്ങ ചോദിക്കും, പിന്നെ തേങ്ങ ചോദിക്കും, പിന്നെ ഉപ്പായി പുളിയായി മുളകായി മല്ലിയായി ഇതൊക്കെ പലതും ചോദിക്കും. എനിക്കറിയാം പലമാരെ ഇതുപോലെ. എന്റെ വീട്ടിലുണ്ടേ ഉണ്ടെങ്കിൽ നീ അവിടെ വെച്ച് ഉണ്ടാക്കിയാൽ മതി, ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പറഞ്ഞ കേൾപ്പോടിയകത്ത് രാവിലെ ഇടതിരുന്ന് കഴിച്ചു. ആവശ്യമുള്ള സംസാരം വേണ്ട, നിനക്ക് ഇതൊക്കെ അകത്ത് വീട്ടിനകത്ത് സ്ഥലമില്ല. ഇച്ചിരി അരക്കായാലും കുഴപ്പമില്ല, ഞാനങ്ങ് സഹിച്ചു. പൊന്നെ ഞാനിവിടെ ചെയ്ത് തീർത്തിട്ടങ്ങ് വരാം. എന്തായാലും ഇവിടേക്ക് ആയില്ലേ? കളിക്കുന്ന അവള് കഷ്ടമാണ് ക്ലീറ്റോ. കഷ്ടം തന്നെ. അതെ മറ്റേ രാഗിനോട് മറ്റേ കാര്യം ഒന്ന് പറഞ്ഞു കിട്ടാ. രാഗിയോട് ഞാൻ പറഞ്ഞോളാം. നീ പറഞ്ഞാലും മതി, നമ്മൾ അയലോക്കല്ലേടാ. അതെ കളി ഇതിനപ്പുറത്തോട്ടൊക്കെ മതി കേട്ടാ. ശരിയല്ലേ? നിന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേടേ. അതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ്? നമ്മൾ അങ്ങോട്ട് പോകാൻ തുടങ്ങിയില്ലേ. അപ്പൊ പിന്നെ ചേച്ചി വിളിച്ച് അണ്ണ അങ്ങോട്ട് പോയി അവിടെ ഇരുന്ന് സംസാരിച്ച് ചക്ക നിന്ന് ഞാനിപ്പം നമ്മളെന്തെങ്കിലും ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു കാര്യം ചെയ്യും, ചുമ്മാ ചികിളി കേസൊന്നും പിടിച്ചോണ്ടിരിക്കുക, നമുക്ക് പോകാൻ നോക്കാം. അവിടെ പരിപാടിക്ക് സമയത്ത് നിന്നില്ലെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നം. നീ അല്ലേ അവിടെ പോയി ചോദിച്ചു, ഇഷ്ടമാണെങ്കിൽ ചോദിച്ചു ചക്ക, ഓഹോ കൊതിയാണെങ്കിൽ ചോരെന്നൊക്കെ പറയുന്നത് കണ്ടാ. ഇപ്പം കൊതിയുണ്ടെന്ന് പറഞ്ഞ ആരാണ്? ഞാനാണ്.
ഈ പാസ്ത എന്നൊക്കെ പറയുമ്പോൾ പരസ്യത്തിൽ കാണിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണോ? കൊള്ളാമോ അത്? പിന്നെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാ. ആണോ? ഓ, ഞങ്ങൾ ദുബായിലായിരുന്നപ്പോഴേ ആ സ്ഥിരം പാസ്ത ഉണ്ടാക്കാറ്. രാവിലെ പാസ്ത ഉണ്ടാക്കും, പിന്നെ ചിക്കൻ കബാബ്, മട്ടന്റെ കുറെ ഐറ്റംസ്. പിന്നെ സാൻഡ്വിച്ച് എന്തോ ഇല്ലേ എല്ലാവരും പറയും? സാൻഡ്വിച്ച് ഒക്കെ ഞങ്ങൾ എന്നും ഉണ്ടാക്കണതാ. ആണല്ലേ? ഞങ്ങളില്ലേ എല്ലാ ആഴ്ചയിലും പാർട്ടി നടത്തും എൻ്റെ ഫ്ലാറ്റിൽ വെച്ചിട്ട്. പാർട്ടി നടത്തുമ്പോ എല്ലാ ഫുഡും ഞാൻ ഉണ്ടാക്കാറ്. ഓ, നല്ല ടേസ്റ്റ് ആണല്ലേ? എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും ഭയങ്കര ടേസ്റ്റാ ഞാൻ ഉണ്ടാക്കണത്. പിന്നെ ഈ പാസ്ത നമ്മൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ? അത് ഈ പാക്കറ്റിലാണോ പരസ്യം? നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്തുവാ അത്? ആ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ? ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അത് അത് മാക്രോൺസ് വാങ്ങാനല്ലേ? വാങ്ങാൻ കിട്ടും. അത് വാങ്ങാൻ കിട്ടും. പിന്നെ എളുപ്പമില്ലേ? എന്നിട്ട് ഭയങ്കര രസാ. ഈ കൊറേ ഡിഷസ് ഉണ്ടാക്കാൻ അറിയാല്ലേ? പിന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാം ഞാൻ ഉണ്ടാക്കും. ഞാൻ മുൾക്ക് എല്ലാം ഉണ്ടാക്കി തരാം. മെമ്മറി ആയിരിക്കല്ലോ, എല്ലാം പഠിക്കണ്ടേ? ഞാനൊക്കെ പെട്ടെന്ന് പഠിക്കണ ടൈപ്പാ. ഇതെങ്ങനെ പഠിക്കണേ? ഓർമ്മിച്ച് വെക്കണ എങ്ങനെയാ? ഞാൻ പണ്ടേ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കുക്കിങ്ങിലായിരുന്നു. ഞാൻ യൂട്യൂബിൽ നോക്കി എല്ലാം പഠിച്ചു വെക്കും. യൂട്യൂബിൽ നോക്കിയാണോ പഠിക്കണേ? അയ്യേ, അത് എളുപ്പമല്ലേ? വാങ്ങിച്ചാ പോരെ സാധനം. അല്ലാതെ ഞാൻ കുക്കറി ക്ലാസ്സിലൊന്നും പോകാറില്ല. അല്ല, ഇതൊക്കെ നോക്കിട്ടാ പഠിക്കണത്. എളുപ്പമല്ലേ? പിന്നെ മോൾക്ക് ഞാനേ അവൻ വാങ്ങിച്ചിട്ട് ചിക്കനും മട്ടനും മെഡിറ്ററേനിയൻ മട്ടൺ ഉണ്ടാക്കി തരാം. അവൻ എന്തുവാ? അവൻ മനസ്സിലായില്ല. മറ്റേ നമ്മുടെ മൈക്രോവേവ് അവനില്ലേ? ഓ, ഓവൻ. ഓ, ഇവിടുത്തെ പ്രൊനൗൺസിയേഷൻ ഓവൻ എന്നാ. ഇന്ത്യൻ പ്രൊനൗൺസിയേഷനാ, ഞങ്ങൾ അമേരിക്കൻ പ്രൊനൗൺസിയേഷനാ. അല്ല, ചേച്ചി അമേരിക്കയിൽ പോയിരുന്നല്ലേ? വെള്ളം എന്തോ ഒരു മിനിറ്റ്. നെറ്റ് തീർന്നു പോയി. അയ്യോ, പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി കാണാതെ അറിയില്ലേ? കാണാണ്ടൊക്കെ അറിയാം, പക്ഷേ ഞാനൊരു പുതിയ സാധനം ഉണ്ടാക്കാൻ പരീക്ഷിച്ചു നോക്കായിരുന്നു. അപ്പൊ ഇത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലേ പാസ്ത? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ഹലോ അമ്പിളേട്ടാ, എന്താടി എവിടെയാ? നെറ്റ് തീർന്ന അതുകൊണ്ട് അതെ, ഒന്ന് നെറ്റ് റീചാർജ് ചെയ്യാൻ്റെ. ഞാൻ റോഡിൽ നിൽക്കാൻ ഇവിടെ കടയൊന്നും ഇല്ലെന്ന്. അങ്ങനെ പറഞ്ഞ പറ്റില്ല. ദേ ഇവിടെ ഗ്യാസിൽ വെള്ളം തിളച്ചോണ്ടിരിക്കുക. ഗ്യാസില്ല, നീ ഓഫ് ചെയ്ത് വെച്ചിട്ട് പോ. ദേ അമ്പിളേട്ടാ, നെറ്റ് റീചാർജ് ചെയ്തില്ലെങ്കിലേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. ഉച്ചയ്ക്ക് ഇല്ലല്ല, ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞില്ല. പറഞ്ഞില്ല. എന്താണോ പ്രശ്നം? നെറ്റ് തീർന്നേ. അതൊക്കെ വേറെ കാര്യം. അല്ല, അപ്പൊ ഇനി പാസ്ത ഉണ്ടാക്കാൻ പറ്റൂലേ? പാസ്ത ഏ, പാസ്ത ഉണ്ടാക്കാൻ പറ്റും. ഞാനേ എങ്ങനെ? അത് എൻ്റെ ഒരു റെസിപ്പി ഉണ്ട്, അതിൽ ഞാൻ ഉണ്ടാക്കും. ഞാനിപ്പോ ഈ യൂട്യൂബിൽ ഒരു വേറൊരു റെസിപ്പി കണ്ടപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. അപ്പൊ സമയമായില്ലേ? ഇപ്പൊ ആഹാരം കഴിക്കല്ലേ? ഇപ്പൊ ഞാൻ പോട്ടെ. അല്ല, ഇത് കഴിച്ചിട്ട് പോവാം. അല്ല, അമ്മ അതെന്തോന്നോ, ഈ അമ്മ ഉണ്ടാക്കി വെക്കുമ്പോ ഡാഡി അവിടെ ഇല്ലല്ലോ. അപ്പൊ അമ്മയും ഞാനും മാത്രമല്ല. അപ്പൊ അമ്മയ്ക്ക് ഞാൻ ചെന്നില്ലെങ്കിലേ കൂടെ കഴിക്കാറില്ല, സങ്കടമോ. എപ്പോഴും അങ്ങനെയല്ലേ. ഞാൻ പോട്ടെ. അല്ല മോളു, ഇത് കഴിച്ചിട്ട് പോവാം. എൻ്റെ റെസിപ്പി നല്ല ടേസ്റ്റാ. അല്ല, ഞാൻ കഴിച്ചിട്ട് വരാം. പിന്നെ വരാം. വരില്ലേ? വരും. വരണേ. അല്ല, എന്തോന്നോ അമ്മയ്ക്ക് സങ്കടം, അതുകൊണ്ടാണ്. ഞാൻ വെയിറ്റ് ചെയ്യേ. നോക്കട്ടെ കേട്ടോ. അല്ല, ചൂടോടെ കഴിക്കണം. അതാ, അത് പിന്നെ ചൂടാക്കി തന്നാ മതി. നീ എവിടെ ഇരുന്നിട്ട് ഇത്ര നേരം? ഓ, ഞാൻ രാഗി ആന്റിയുടെ അപ്പുറത്ത്. എന്തിനാ അവിടെ പോയിരുന്നാ? പിന്നെ വർത്താനം പറയോ? പിന്നെ അമ്മ കാണുമ്പോ ജാടയെന്നൊക്കെ തോന്നുന്നു. ഭയങ്കര പാവം അമ്മ. പിന്നെ ഞാൻ ഭയങ്കര കൂട്ടായി. അതിനത് തലയ്ക്ക് വിളിയില്ലാത്ത കേട്ടോ. ചുമ്മാ അങ്ങനെ പറയല്ലേ അമ്മ. പാവം. എന്തേയായിരുന്നു അവിടെ പോയിരുന്നിട്ട്? അമ്മ അവിടെ പാസ്ത ഉണ്ടാക്കിയിരുന്നു. എന്ത് സാധനം? പാസ്ത. അതെന്താ? അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അതൊരു തിന്നാൻ സാധനം. ദൈവം, എന്നിട്ട് അതൊക്കെ എടുത്ത് തിന്നാ നീ? ഞാൻ തിന്നില്ല. എന്റെ പൊന്ന് തക്കളിമോയെ, കണ്ണി കണ്ട സാധനങ്ങളൊക്കെ തിന്നിട്ടുണ്ടല്ലോ. വയറിന് അസുഖം വരുത്തി വെച്ച് എന്റെ നിന്നെ ആശുപത്രി കൊണ്ടുപോകാൻ പൈസ ഇല്ല. അതിന് അത് എല്ലാ ഇംഗ്ലീഷുകാരും കഴിക്കുന്ന സാധനം. ഇംഗ്ലീഷുകാർ കഴിച്ചോട്ടെ, നീ കഴിക്കാൻ നിൽക്കണ്ട. കൊള്ളൂല്ല അതൊന്നും തിന്നണത്. അത് നല്ല ടേസ്റ്റാ. പിന്നെ ഭയങ്കര ടേസ്റ്റാ. അമ്മയ്ക്ക് അറിയാത്തതിന് അമ്മയ്ക്ക്
എന്നിട്ട് ഇന്നത്തെ അമ്മ പാതി എല്ലാം കഴിഞ്ഞ് ചേച്ചിക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് മൊബൈലുണ്ടല്ലോ, മൊബൈലിൽ നോക്കിയാൽ ഉണ്ടാക്കണം. മൊബൈലിൽ കിച്ചൺ എന്ന് പറഞ്ഞൊരു എന്തോ ആപ്പുണ്ട്, അതിൽ നോക്കി ഉണ്ടാക്കി പാതി ആയപ്പോഴത്തേക്കും ഫോൺ ആങ്ങായിപ്പോയി അമ്മ. എന്നിട്ട് ചേച്ചിക്ക് കുറച്ചൊക്കെ അറിയാമല്ലോ, അങ്ങനെ വിചാരിച്ചു വേറെ കുറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് പാസ്ത പോലെ ഉണ്ടാക്കി. എൻ്റെ അടുത്ത് അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ കഴിച്ചിട്ട് വന്നാൽ അത് നീയാണ് എൻ്റെ അഭിപ്രായം പറയാനുള്ള ആളെന്നൊക്കെ പറഞ്ഞേ. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് ഒരു വിമ്മിഷ്ടായിപ്പോയി. അതൊന്നും ഞാൻ ഇങ്ങനെ കഴിച്ചില്ല. അതുകൊണ്ട് തിന്നില്ല. ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ മര്യാദയ്ക്ക് ഉണ്ടാക്കിയത് സൂപ്പർ ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റാ. അമ്മയ്ക്ക് അറിഞ്ഞൂടല്ലോ. അമ്മ കഴിച്ചിട്ടുണ്ടോ പാസ്ത? ഞാൻ കഴിച്ചിട്ടൊക്കെ ഉണ്ട്. ഇതെന്തിനാ അമ്മ അരയ്ക്കണേ? ഇത് ചക്ക. ചക്കേ? ചക്ക കഴിക്കാൻ എന്നും ചക്ക 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 ചക്ക. എനിക്ക് കണ്ടൂടാ സാധനം. അയ്യോടാ, പിന്നെ നിന്റെ മോക്ക് എന്ത് വേണം? എനിക്ക് സ്വീറ്റ് പൊട്ടറ്റോ അത് മതി. വാങ്ങോ പറയോ? എന്ത് സാധനം? സ്വീറ്റ് പൊട്ടറ്റോ. അവളൊരു വലിയ ഇംഗ്ലീഷുകാരി. അയ്യോ അത് ഇംഗ്ലീഷ് ഒന്നല്ല, ഇവിടുത്തെ മറ്റേ എന്തോ അത് മധുരക്കിഴങ്ങ്. അതൊക്കെ എനിക്കറിയാം. അയ്യോ അയ്യോ നിങ്ങൾ അമ്മേനോട് വലിയ വർത്താനം പറയുന്നത് അടുക്കളയിൽ കൊണ്ടുവച്ചേ മറിച്ചിടരുത്. അത് വാങ്ങോ അമ്മ. മേടിക്കാം. മീൻകറിയല്ലേ? എനിക്ക് വേണം മനസമാധാനം. അതവനും വിചാരിക്കണം. അച്ചാറുണ്ടായിട്ടോ മറന്നുപോയി. അതാണ് ഞാൻ എന്തോ ഇനിയിപ്പോ ഞാൻ എന്തോട്ട് കഴിക്കും? ഇച്ചിരി ചോറ് കൊടുത്തിരുന്നോ? വേണ്ട എനിക്ക് തോന്നുന്നു. വേറെ കാര്യം കേട്ടാ, ചക്ക കൊള്ളാം, പക്ഷെ വെക്കണ്ടായിരുന്നു. ചക്ക കൊള്ളാൻ വെക്കണ്ടായിരുന്നു. അങ്ങനല്ല, ഇത് എടുത്ത് കറി വെക്കണ്ടായിരുന്നു. പിന്നെന്ത് ചെയ്യും? അവൻ്റെ സുമാരൻ്റെ കടയിലേ ഒരു ചക്കയ്ക്ക് 300 രൂപയാണ്. 300 രൂപ കൊടുത്തെങ്കിൽ ആ പൈസ വാങ്ങിച്ചാൽ പോലെ. അയ്യോ, അങ്ങനെ ഒരുപാടൊന്നും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ആകെ കുഴപ്പമാവും വിളിച്ചോ. ഡാഡി, നമ്മ സ്കൂളിൽ നടന്നൊരു തമാശയാണ്. എന്ന് വെച്ചാ നീ ആദ്യം ചിരിക്കാതെ പറ, എന്നിട്ട് അത് ഓർത്തപ്പോ എനിക്ക് ചിരി വന്നു. ഇത്രയും മതി. എന്ന് വെച്ചാൽ ഞാനും അഭിരാമിയും ശ്രീനന്ദി ക്യാൻറ്റീനിൽ പോയി. അപ്പൊ ആദ്യത്തെ ദിവസം അവള് പോയപ്പോ പറഞ്ഞു എനിക്ക് പഴംപൊരി എനിക്ക് അവളാണ് പൈസ കൊണ്ടുവന്നത് ക്യാൻറ്റീനിൽ പോയപ്പോ. അഭിരാമി അപ്പൊ നമ്മള് പോയി പഴംപൊരി വാങ്ങിച്ചേ. അപ്പൊ പിറ്റേ ദിവസം പോയപ്പോ ഞാൻ ചോദിച്ചു വാഴയ്ക്കിപ്പം മതി ആൻറ്റി എന്ന് പറഞ്ഞപ്പോ അയ്യേ വാഴയ്ക്കിപ്പം വേണ്ട, പഴംപൊരിയാണ് എനിക്ക് ഇഷ്ടമാണ്. ഇതുപോലൊരു തമാശ പണ്ടുണ്ടായിട്ടുണ്ട്. അമ്മയും ഡാഡിയും കൂടെ നമ്മുടെ പാർട്ടിയിലെ ഗോപി സാറിന്റെ വീട്ടിൽ പോയി. അപ്പൊ ഞങ്ങൾ ചെന്നിരുന്നപ്പോ ഗോപി സാറിന്റെ വൈഫ് എന്ന് ചോദിച്ച് കുടിക്കാൻ ഞാൻ ലൈം ജ്യൂസ് എടുക്കട്ടെ എന്ന്. അപ്പൊ എന്റെ അമ്മ പറയാണ് അയ്യോ ചേച്ചി അതൊന്നും വേണ്ട, ബുദ്ധിമുട്ടാവില്ല, ഞങ്ങൾക്ക് നാരങ്ങ ഉള്ളല്ലോ മതിയെന്ന്. ലൈം ജ്യൂസും അതൊക്കെ എനിക്ക് തിരിച്ചറിയാം. ഡാഡി ഒരു കാര്യം പറയട്ടാ, ഈ അമ്മയ്ക്ക് ഒന്നും അറിഞ്ഞൂടാ. നേരത്തെ ഞാൻ ഇവിടെ നിന്നപ്പോ ഞാൻ പറഞ്ഞു അമ്മ ചക്ക വേണ്ട സ്വീറ്റ് പൊട്ടറ്റോ മതിയെന്ന്. അപ്പൊ ഇങ്ങനെ നിക്കണേ, ഞാൻ പറഞ്ഞു സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞ എന്തെന്ന് അറിഞ്ഞൂടെ, മധുരക്കിഴങ്ങെന്ന് പറഞ്ഞൂടെ. അതൊക്കെ എനിക്കറിയാം. അല്ലെങ്കിൽ എനിക്കറിയാം. അതറിഞ്ഞൂടെ നമ്മൾ പഠിച്ചു. മധുരക്കിഴങ്ങല്ലേ? ഞാൻ കഴിച്ചു. കഴിക്കിച്ചിരി പിന്നെ അളിച്ചു പൊളിച്ചു വെച്ചേക്കണേ, എനിക്കൊന്നും വേണ്ട. അതൊന്നുമല്ല, ഞാൻ ഇന്നാൾ ഇതിൽ കൈയിട്ടതിന് വഴക്ക് പറഞ്ഞു, അതുകൊണ്ടായിരിക്കും. അത് കൈ കഴിച്ചിട്ടൊക്കെ വന്ന് ഇട്ടാ കുഴപ്പമില്ല. ഇച്ചിരി എടുത്ത് കഴിക്കടി. എഴുന്നേറ്റ്. ഞാൻ കഴിച്ചോളാം. ഈ ചോറ് വേണോ? വേണ്ട. എരിവ് കേട്ടോ. മീൻകറിക്ക് എരിവില്ലെങ്കിൽ പറയും എരിവില്ല എന്ന് പറയും. ഇതിൽ കുറച്ച് കൂടുതലേ അളന്ന് തൂക്കിയൊന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. എന്തോന്നു ഇത് പാസ്ത. പാസ്തയാ? എന്തോന്നടി ഇത്, മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന ഒന്നുമില്ലടി ഇവിടെ. അത് വേണ്ടെങ്കിൽ എന്നാൽ ഇത് കഴിക്കും. എന്തോന്നു പായസോ? പായസല്ല, ഇത് കോൺഫ്ലേക്സാ. ഒഴിക്കട്ടെ? എൻ്റെ രാജി, നിനക്കറിയില്ല എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്നുള്ളത്. നിനക്ക് ഒരു തവി കഞ്ഞി
ഇത്തിരി അച്ചാർ, അത് കണ്ടു ഒരു ചുട്ട പപ്പടം ഒന്ന് നിനക്ക് ഉണ്ടാക്കി തന്നൂടി. എൻ്റെ അമ്പിളി ചേട്ടാ, ഇതൊക്കെ മനുഷ്യർ കഴിക്കണ ഫുഡ് തന്നെയല്ലേ, ഇത് കഴിച്ചൂടെ? എങ്ങനെയാണ് ഇതൊക്കെ കഴിക്കുന്നത്? നീ നോക്ക് നീ. അതെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും തൊട്ടത് കഴിക്കും, ഇല്ലെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. ഞാൻ പോയി കിടന്നു ഉറങ്ങാം. അതെന്ന് തോന്നുന്നു. അത് ആ താഴത്തെ സ്ത്രീ കൊണ്ടുവച്ചതാ കുട്ടിയുടെ കയ്യിൽ. തങ്കോ? ആ, അത് മോളുടെ കയ്യിൽ കൊടുത്തയച്ചതാ. ആ. എന്താന്ന് എനിക്കറിയില്ല. അതെ, വേണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം കേട്ടോ. Versus Alien.